സോ പേയ്മെൻറ്റ് ഓപ്ഷൻ എത്ര ഉള്ളതെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക. കുറേ വിഡ്രോവൽ ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ പോയിട്ട് വേഗം വിഡ്രോ അടിക്കണം. 15 രൂപ വിഡ്രോ അടിക്കുന്ന ടൈം നോക്കാം. വിഡ്രോ അടിച്ച ഉടനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ Paytm വാലറ്റ് ചെക്ക് ചെയ്യുമ്പം ഇതേ സാധനം വന്ന് കിടക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, മിസ്സാക്കരുത് മക്കളെ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു 50 രൂപ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ആപ്ലിക്കേഷനിൽ വിട്ട് കളയേണ്ട ആവശ്യമില്ല. കാരണം ആപ്ലിക്കേഷൻ വിട്ട് കളയരുത്. കാരണം നിങ്ങൾക്ക് 300-400 ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ Paytm ആയാലും റെഡീം കോഡ് ആയാലും BGMയിലേക്കുള്ള യൂസ് ചെയ്യാലും ഫ്രീ ഫയറിലോട്ടേക്കുള്ള ഡയമണ്ട് ആയാലും അത് കണക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആയാലും ബിറ്റ് കോയിൻ അടക്കം നിങ്ങൾക്ക് വിഡ്രോ ഉണ്ട്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് അതുവരെ കണ്ടിട്ട് ബാക്കി നിങ്ങളെ സ്വന്തം ചെയ്യാമെന്ന് ഷുവറായിട്ട് ഒരു എമൗണ്ടും കിട്ടത്തില്ല. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റാണ്, പക്ക പേയ്മെൻറ്റാണ്. വീഡിയോയിൽ കാണുന്നത് ലൈവ് വിഡ്രോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇതേപോലുള്ള വീഡിയോസിനോടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും കൊടുത്തു. ഓക്കെ, ലൈക്കും കമൻറ്റും ചെയ്യുക. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും 9 മണിക്ക് നല്ല ന്യൂട്ട് ഓഫറായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ പ്ലേ സ്റ്റോറിലോട്ടേക്ക് പോകുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഐസ്ലാൻഡ് ആപ്ലിക്കേഷന് നിങ്ങളൊന്ന് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ എന്നെല്ലാം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആക്സെപ്റ്റ് ചെയ്യുക, പിന്നെ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പ്രൊവിൻസിങ് ഐസ്ലാൻഡ് ആണ്. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത ശേഷം നിങ്ങൾ ഐസ്ലാൻഡ് ഓപ്ഷനിൽ കുറേ ആപ്പ് കാണാൻ പറ്റും. പക്ഷേ അത് ശരിക്കും മെയിൻലാൻഡ് ആപ്പാണ്. സോ മെയിൻലാൻഡിലോട്ടേക്ക് പോകുക. അതിനുശേഷം ഐസ്ലാൻഡിലോട്ടേക്ക് വരുമ്പോൾ ഐസ്ലാൻഡിൽ ഒരു ആപ്പും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോറാണ്. സോ പ്ലേ സ്റ്റോറിൽ നിന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജിമെയിലും പാസ്വേഡും വെച്ച് ജസ്റ്റ് ഒരു ജിമെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ഐസ്ലാൻഡിൻ്റെ പ്ലേ സ്റ്റോറിലേക്ക്. ഓക്കെ, അതിനുശേഷം പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ പോൾ പേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. പോൾ പേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. 500K ഡൗൺലോഡ്സ് ഉണ്ട്, 4.3K റേറ്റ് ഉണ്ട്, 48K റിവ്യൂ അടക്കം നൽകിയതിന് നല്ലൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവരുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ലോഡാവും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളടുത്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഏത് ജിമെയിലാണ് കൊടുത്ത് ചിലപ്പോൾ അത് വരും. ഓക്കെ, അത് വരാനേ ചാൻസ് ഉള്ളൂ. സോ അത് വന്നിട്ടുണ്ട്, അതിന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് അടുത്തൊരു ഇൻ്റർഫേസ് ലോഡാവും. അന്നേരം നിങ്ങൾ ആ ജിമെയിലിൽ കൊടുത്ത ആ ഒരു നെയിം ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ Paytm നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റഫറൽ കോഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റഫറൽ കോഡ് ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ റഫറൽ കോഡ് ഓപ്ഷനിലാണെന്ന് വെച്ചിട്ട് കൊടുക്കാണ്ടിരിക്കേണ്ട. ഞാൻ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് പറഞ്ഞല്ലേ, എനിക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ. ഏത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി കൊടുത്തിട്ട് ഈ പ്രൊസീഡ് എന്നുള്ള ഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 200 കോയിൻ കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ആദ്യം നമുക്ക് എല്ലാ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡയറക്റ്റ് അൺലിമിറ്റഡ് ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ കാണാനുണ്ടാവില്ല, ചിങ്കാരി, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഗെറ്റ് റിവാർഡ് എന്നുള്ളൊരു പേജ് വരും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഐസ്ലാൻഡിലാട്ടോ. ഓക്കെ, അതിനുശേഷം ഗൂഗിളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, നോൺ താങ്ക്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവരുടെ ലിങ്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മളെ ചിങ്കാരി എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ചിങ്കാരി ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണാം. അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ആക്കേണ്ട. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇപ്പം മലയാളം കൊടുക്കുന്നില്ല, ഇംഗ്ലീഷ് കൊടുക്കുന്നത്. കാരണം അപ്പോൾ മലയാളം കൊടുത്ത് മടുത്തന്നെ നമ്മൾ ഇംഗ്ലീഷ് എടുത്തിട്ട് ഇംഗ്ലീഷിലെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കുറച്ച് സമയം കാണാം. 1 മിനിറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിൽക്കുക വീഡിയോസ് കണ്ടുകൊണ്ട്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടേക്ക് വരിക, നമ്മുടെ ഇതിലോട്ടേക്ക് വരിക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഗെറ്റ് റിവാർഡ് എന്നുള്ളിടത്ത് കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് അതേ ചിങ്കാരി വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായാലും ഇനി ഒന്ന് ബാക്ക് അടിക്കാം. ഓക്കെ, ബാക്ക് അടിക്കുമ്പം ഇവിടെ സർവേ എന്തെങ്കിലും ക്യാൻസലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 200 കോയിൻ എന്നുള്ളത് നമുക്ക് ഏകദേശം 500 കോയിൻ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രാ 300 കോയിൻ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചാൽ ഇവിടെ പോൾ പേ വാലറ്റ് ട്രാൻസാക്ഷനിൽ പോയാൽ വേണം നമ്മൾ ചിങ്കാരി ഓഫർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആക്കാണ്ട് എല്ലാം കൂടി അൺഇൻസ്റ്റാൾ ആക്കേണ്ട ഒരു ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഡ്രീം 11 ഒരു ബഗ്ഗാണ്. ഓക്കെ, രജിസ്റ്റർ എന്നുള്ള കണ്ടിട്ട് പേടിക്കേണ്ട, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് ഗെറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം താഴെ ഗെറ്റ് റിവാർഡ് എന്നുള്ള ലോഡായിട്ട് വരും. ഓക്കെ, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു APK ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ചെയ്യുക.
പിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആ ഒരു ഡൗൺലോഡായി വന്ന ആ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഐസ്ലാൻഡ് ആപ്പ് ഇൻസ്റ്റാൾ വഴിയാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അന്നേരം നിങ്ങൾക്ക് അലോ കൊടുക്കേണ്ട ആ ഒരു കാര്യം അലോവും കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതിന് കുറച്ച് സമയം നമ്മളൊരു 30 സെക്കൻഡ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുക. അന്നേരത്തേക്കും ബാക്കിലോട്ടേക്ക് പോയാൽ ഇവിടെ കാണുന്നുണ്ട് ഇത് കണക്കത്തെ Dream11 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഐസ്ലാൻഡ് ഒരു ചിഹ്നം കൂടി കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. രജിസ്ട്രേഷൻ ചെയ്യേണ്ട, പേടിക്കേണ്ട. ഓക്കെ, എനിക്ക് രജിസ്റ്റർ എന്നുള്ളടത്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. റാൻഡമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു നമ്പർ. ഓക്കെ, അതിനുശേഷം രജിസ്റ്റർ എന്നുള്ളടത്ത് കൊടുക്കുക. അതിനുശേഷം അലോ എന്നുള്ള കൊടുക്കുക. ഓക്കെ, അതിനുശേഷം OTP എന്നുള്ളടത്തും ചെറുപറ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് ആപ്ലിക്കേഷനിൽ നിൽക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ആപ്ലിക്കേഷനിൽ നിൽക്കുക. ജസ്റ്റ് ഒന്ന് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് സമയം. ഓക്കെ, അങ്ങനെ നിൽക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നിന്ന് ബാക്കിലോട്ടേക്ക് വരിക. അതിനുശേഷം എടുക്കുക. ട്രാക്ക് ആയിട്ട് ഞാൻ ഒന്നുകൂടി പോയിട്ട് നിൽക്കട്ടെ. ഓക്കെ, ഞാൻ ചെറുപറ OTP അടിച്ചിട്ട് അക്കൗണ്ട് ഹാസ് സസ്പെക്റ്റഡ് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിന്. അത് വിഷയമാക്കണ്ട. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 600 കോയിൻ കൂടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചിട്ട് ശ്രദ്ധിച്ച് കാണിച്ചുതരാം. ഞങ്ങളുടെ അപ്പോൾ പേ വാലറ്റ് ട്രാൻസാക്ഷനിലെടുത്ത് കോയിൻ നമുക്കിടാം. 600 കോയിൻ കിട്ടിയായിട്ട് കാണാൻ പറ്റും. സോ അതിൽ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ജോഷാണ്. ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ എന്നുള്ളിടത്താണ്. പേടിക്കേണ്ട, രജിസ്ട്രേഷൻ നമുക്ക് ഈ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഗെറ്റ് റിവാർഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ജോഷ് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓപ്പൺ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കുറച്ച് സമയം നിൽക്കുക. അതിനുശേഷം സ്കിപ്പ് എന്നുള്ള അടിക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവിടെ വരിക. അതിനുശേഷം നമുക്കിവിടെ 3 ഓപ്ഷൻ ഉണ്ടാകും. കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ. നിങ്ങൾ എന്താക്കേണ്ട വെച്ചാൽ നമ്മൾ ഐസ്ലാൻഡിലോട്ടേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ട വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ന്യൂ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഐസ്ലാൻഡ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മാനേജർ അക്കൗണ്ടിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫേക്ക് ജിമെയിൽ ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫോർ മൈസെൽഫ് ടു മാനേജ് മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഐസ്ലാൻഡിൽ ആ ഒരു പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ആഡാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആഡാക്കി വെക്കണം. ആഡാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ടേക്ക് വന്ന ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ റീഡാക്റ്റും കാര്യങ്ങളൊക്കെ ആവുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിലോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ആ ഒരു അക്കൗണ്ട് പുതിയ അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ജോഷിൻ്റെ ആ ഒരു ഓപ്ഷനിലോട്ടേക്ക് പോകണം. അതിനുശേഷം ഞാനിവിടെ പുതിയൊരു ക്രിയേറ്റ് ചെയ്ത ആ ഒരു ജിമെയിൽ കൊടുക്കുകയാണ്. സോ കൊടുത്തതിന് ശേഷം ജസ്റ്റ് സേവ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, സേവ് എന്നുള്ള കൊടുത്തതിന് ശേഷം കുറച്ച് വീഡിയോസ് നിങ്ങൾ ഇതിൽ നിന്ന് കാണുക. കുറച്ച് വീഡിയോസ് 1 മിനിറ്റ് മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1400 കോയിൻസ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ജോഷ് റിവാർഡ് കംപ്ലീറ്റ് ആക്കിയതിന്. നമ്മൾ അടുത്ത് എന്താക്കാൻ പോകുന്നത് വെച്ചാൽ വിൻസോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ നമ്മൾ Dream11 കൊടുത്ത അതേ ഒരു ഫേക്ക് സംഭവമില്ലേ, അതേ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാണ്ടെന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ പേജിൽ നിന്നിട്ട് കോയിൻ ആഡ് ആക്കാനുള്ള ട്രിക്കാണ്. സോ നമ്മൾ Dream11 എങ്ങനെയാണ് ചെയ്തത് അതേ കണക്ക് തന്നെ APK ഡൗൺലോഡ് ആക്കി ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ആക്കുക. വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഐസ്ലാൻഡ് പാക്കേജ് ഇൻസ്റ്റാൾ വഴി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വിൻസോ ഗോൾഡ്. അന്നേരം നമുക്ക് ഇൻസ്റ്റാൾ ആവുന്ന കാണൂല. അപ്പം നമ്മളൊരു 20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിലോട്ടേക്ക് പോകുമ്പോൾ വിൻസോ ഗോൾഡ് ആഡ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്താക്കേണ്ടത് വെച്ചാൽ കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ഒരു ഇൻ്റർഫേസ് ലോഡാകും. സോ അതിനുശേഷം നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ലോഡാകും. അതിനുശേഷം നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, കാരണം അത്ര മനസ്സിലാവില്ല. അതിനുശേഷം നിങ്ങൾ സുമാർ റാൻഡം ആയിട്ടുള്ളൊരു നമ്പർ. ഓക്കെ, അപ്പം ഞാൻ റാൻഡം ആയിട്ടുള്ളൊരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അടുക്കെ വിൻസോ സംതിങ് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് ഫോർ സ്റ്റോപ്പ് അടിക്കുകയാണ്. ഓപ്പൺ ചെയ്യട്ടെ. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ബാക്ക് അടിച്ചതിന് അതുകൊണ്ട് ബാക്ക് ആയിന് അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം, മലയാളം തന്നെ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു റാൻഡം ആയിട്ടുള്ളൊരു നമ്പർ കൊടുക്കുക. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഓ ഗൈസ്, ചതിച്ചു ഗൈസ്. അങ്ങനെ ചതിക്കൂല ഗൈസ്, കോയിനൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി എന്തിന് വിൻസോ? ഓക്കെ, ഞാൻ വിചാരിച്ചു കോയിൻ ആഡ് ആവില്ലാണ്. അപ്പോൾ കോയിനൊക്കെ ആഡ് ആവും, നമ്മളെന്ത് സുമ്മാവാ. ഓക്കെ, കോയിനൊക്കെ ആഡാക്കി കളഞ്ഞ് നമ്മളങ്ങോട്ട് ഇവിടെ കാണാൻ പറ്റും. എന്താ നമുക്കിവിടെ പോൾ പേ 800 കോയിൻസ് ഇസ് ക്രെഡിറ്റഡ് ഇൻ യുവർ വാലറ്റ്. താങ്ക് യു. അങ്ങനെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിഡ്രോയിൻ്റെ ഓപ്ഷനിലോട്ടേക്ക് പോകാം. ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു ഐക്കൺ കണ്ടോ, ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ അടുത്ത് ഇവിടെ സർവീസ് സ്ഥിരം വരുന്നുണ്ട്. ഓക്കെ, സർവീസ് എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴേക്ക് നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ആക്കിക്കോ. ഓക്കെ,
പിന്നെ വിഡ്രോ അടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ്, ഇൻവൈറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ നമുക്ക് ഏണിങ്സ് ഉണ്ട്. നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ ഇപ്പോൾ 110 കോയിൻസ്, 2-3 ആളെ ഇൻവൈറ്റ് ചെയ്താൽ 130 കോയിൻസ്, 5 ആളെ ഇൻവൈറ്റ് ചെയ്താൽ 150 കോയിൻസ് അങ്ങനെയുണ്ട്. പിന്നെ കുറേ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നമ്മൾ വിഡ്രോ അടിക്കാൻ പോകും. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് 2200 കോയിൻ മാത്രമാക്കി. നിങ്ങൾ സർവീസ് കംപ്ലീറ്റ് ആക്കി നിൽക്കുവാണെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഏണിങ്സ് ഉണ്ടാക്കി വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പേടിഎമ്മിൽ 1600 കോയിൻ, വെറും 1600 കോയിൻ നമുക്കിപ്പോൾ തന്നെ ആക്കിയില്ലേ. ഓക്കെ, അന്നേരം 15 രൂപ കിട്ടും. 4800 കോയിൻ ആണെങ്കിൽ ഞാൻ ഇപ്പം ട്രിക്ക് യൂസ് ചെയ്ത് കണക്കത്ത് നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് 50 രൂപ വിഡ്രോ അടിക്കുക. പിന്നെ നിങ്ങൾ പിന്നെ അതിനുശേഷം നിങ്ങൾ സർവീസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു ഇപ്പോൾ 900 കോയിനാക്കി വിഡ്രോ അടിക്കുക. പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേ റെഡീം ഇതുണ്ട്. ഓക്കെ, റെഡീം കോഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മുടെ ആമസോണിൻ്റെ ആ ഒരു ഇതുണ്ട്. ഓക്കെ, ആമസോണിൻ്റെ 100 രൂപ കിട്ടുന്നത്. അതേ കണക്ക് തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ 25 രൂപ കിട്ടും. അതേ കണക്ക് തന്നെ 25 രൂപ കിട്ടുന്നല്ല, അതിൻ്റെ റെഡീം ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മിന്ത്ര, ഫ്രീ ഫയർ, ബിറ്റ്കോയിന്, bgmi. ഓക്കെ, നല്ല രീതിയിൽ എമൗണ്ട് വിഡ്രോ അടിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് പേടിഎം വിഡ്രോ ആണ്. നമ്മൾ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കുകയാണ്. റിഡീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഗൈസ്, ആ ഒരു വിഡ്രോ അടിച്ചതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. പേടിഎം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാ 15 രൂപ വന്ന്. പേയ്മെൻറ്റൊക്കെ പക്ക ഇൻസ്റ്റൻ്റ് ആണ്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ കോയിൻസിന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. നിങ്ങൾ കറക്റ്റ് അവർ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലയിടത്ത് അൺലിമിറ്റഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പം സർവീസ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല രീതിയിലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പ്രതീക്ഷിക്കാം. സർവീസ് മാത്രമല്ല, ഈ അൺലിമിറ്റഡ് ട്രിക്കിന് ശേഷം നിങ്ങളൊരു ആപ്ലിക്കേഷൻ വിട്ട് കളയരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. ആദ്യമേ നിങ്ങൾ കറക്റ്റ് ഒരു പേടിഎം നമ്പർ കൊടുക്കില്ലേ, ആ ഒരു പേടിഎം നമ്പർ നിങ്ങൾ മറക്കരുത്. ആ ഒരു പേടിഎം നമ്പറിലോട്ടേക്ക് തെറ്റിക്കരുത്. ആ ഒരു പേടിഎം നമ്പറിലോട്ടേക്കാണ് നമുക്ക് ഏണിങ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ഓക്കെ,